അപ്പോൾ മക്കളെ ഇനി 2025 നീറ്റിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വൈ കാൺട്ട് ഇൻസുലിൻ ബി ഗിവൺ ഓറലി ടു ഡയബറ്റിക് പേഷ്യൻസ്? അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ ഇൻസുലിൻ ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കാറില്ല. ഓക്കെ, നമ്മൾ എല്ലാവരുടെ വീട്ടിലെയും പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇൻസുലിൻ നമ്മൾ സിറിഞ്ച് വെച്ചിട്ട് കുത്തി കൊടുക്കാറാണ് കേട്ടോ. ഇൻസുലിൻ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഓറലി നമ്മൾ ഇൻസുലിൻ കൊടുക്കാത്തതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ വായിച്ചു നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ബിക്കോസ് ഓഫ് സ്ട്രക്ചറൽ വേരിയേഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇറ്റ്സ് ബയോ അവൈലബിലിറ്റി വിൽ ബി ഇൻക്രീസ്ഡ്. ഹ്യൂമൻ ബോഡി വിൽ എലിസിറ്റ് സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇറ്റ് വിൽ ബി ഡൈജസ്റ്റഡ് ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഓറലി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ GI ട്രാക്ട്. ഇത് GI ട്രാക്ട് ഇതാണ് ഈസോഫാഗസ് കേട്ടോ. ഇത് സ്റ്റൊമക്ക് ആണ്. ഓക്കെ, സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ആര് വരും? നമ്മളുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസുലിൻ കൊടുക്കുകയാണ് കേട്ടോ. ഇൻസുലിൻ ഓറലി കൊടുത്തു. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. എന്താണ്? ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഓക്കെ, ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അപ്പോൾ പെപ്റ്റൈഡ് ഹോർമോൺ കഴിക്കുമ്പോൾ ഓക്കെ നമ്മൾ ഇൻസുലിൻ എടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസുലിൻ. ഓക്കെ, ഇത് ഇൻസുലിൻ നമ്മൾ കഴിച്ചു. അപ്പോൾ ഇൻസുലിൻ കഴിക്കുമ്പോൾ അത് എവിടെ നേരത്തും സ്റ്റൊമക്കിലെത്തും. ഓക്കെ, നേരെ സ്റ്റൊമക്കിലെത്തി. അപ്പോൾ സ്റ്റൊമക്ക് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് പെപ്സിൻ. ഓക്കെ, പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള, അതായത് പെപ്റ്റൈഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻസൈമാണ്. ഓക്കെ, നമ്മൾ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വേറൊരു എൻസൈം ഉണ്ട്, ട്രിപ്സിൻ. ഓക്കെ, ട്രിപ്സിൻ ഉണ്ട്, കാർബോക്സി പെപ്റ്റൈഡേസ് ഉണ്ട്. അതെല്ലാം പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമാണ്. അപ്പോൾ നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്ന പെപ്റ്റൈഡ് ഹോർമോൺ കഴിക്കുമ്പോൾ അത് GI ട്രാക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ, സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ, ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ എൻസൈം, ഈ പെപ്റ്റൈഡ്സിന് എന്ത് ചെയ്യും? അത് ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡൈജസ്റ്റ് ചെയ്ത ഇൻസുലിന്റെ ആക്ഷൻ നടക്കോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ബിക്കോസ് ഓഫ് സ്ട്രക്ചറൽ വേരിയേഷൻ ആണോ? ശരി ഉത്തരമാണോ? അല്ല. ഓക്കെ, ബയോ അവൈലബിലിറ്റി വിൽ ബി ഇൻക്രീസ്ഡ് ആണോ? ഒരിക്കലും അല്ല കേട്ടോ. ഹ്യൂമൻ ബോഡി വിൽ എലിസിറ്റ് സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഒരിക്കലും അല്ല. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ ആക്കാം. ഇറ്റ് വിൽ ബി ഡൈജസ്റ്റഡ് ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. അതായത് നമ്മൾ ഒരു പ്രോട്ടീൻ, ഒരു പെപ്റ്റൈഡ് കഴിക്കുമ്പോൾ നമ്മൾ സ്റ്റൊമക്കിൽ വെച്ചിട്ടും ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടും എന്ത് ചെയ്യും? ഈ ഇൻസുലിനെ ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണത് ശരി ഉത്തരം.